കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ പല നിറമുള്ള തൊപ്പി എന്തിന്? USB-യിലെ ഈ ദ്വാരങ്ങൾക്ക് ഇങ്ങനെയും ഒരു കാര്യമുണ്ടായിരുന്നോ? ഈ വസ്തുക്കളുടെ നിങ്ങൾ അറിയാതെ പോയ ഉപയോഗങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, ഗുഡ്സ് ട്രെയിനുകളിൽ കൊണ്ടുപോകുന്ന കൽക്കരിയിലേക്ക് ഇടയ്ക്കിടെ വെള്ളമൊഴിക്കുന്നതിന്റെ ആവശ്യം എന്താണ്? മൊബൈൽ ടവറുകളിൽ ഈ ഡ്രംസ് പോലെയുള്ള സാധനം എന്തിനാണ് വെച്ചിരിക്കുന്നത്? റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സൈൻ ബോർഡുകൾ നിറത്തിലും രൂപത്തിലും വ്യത്യാസമായതിനു പിന്നിലെ കാരണമെന്ത്? ക്രിക്കറ്റ് കളിക്കാരുടെ മുഖത്ത് തേക്കുന്ന ഈ വെള്ള പെയിന്റ് ശരിക്കും എന്താണ്? നെയിൽ കട്ടറിലെ ഈ വളഞ്ഞ ഭാഗം എന്തിനാണെന്നറിയാമോ? ക്യാമറ ലെൻസ് വട്ടത്തിലാണെങ്കിലും അതുപയോഗിച്ചെടുക്കുന്ന ഫോട്ടോസ് ചതുരത്തിലാവുന്നതിന് പിന്നിലെ ശാസ്ത്രമെന്ത്? കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് എങ്ങനെയെന്നറിയാമോ? എയർപോർട്ടിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ബാഗിൽ നിന്നും പുറത്തെടുത്ത് പ്രത്യേകം സ്കാൻ ചെയ്യുന്നതിന് പിന്നിലെ ഉദ്ദേശം എന്താണ്? ട്രയാങ്കുലർ സ്കെയിൽസ് കൊണ്ട് ഇങ്ങനെയും ഒരു ഉപയോഗമുണ്ടായിരുന്നോ? നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കൾക്കും ചില ഹിഡൻ പർപ്പസുകളുണ്ട്. അത് പലതും നിങ്ങൾ ഇന്ന് വരെ അറിഞ്ഞിട്ടുണ്ടാകില്ല. നിങ്ങൾ കണ്ടിട്ടും അറിയാതെ പോയ ചില അറിവുകളുമായാണ് ഫാക്സ് മോജോ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ തുടങ്ങിയാലോ? സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 11, കൺസ്ട്രക്ഷൻ സൈറ്റുകളിലെ വർണ്ണത്തൊപ്പികൾ. ഫാക്ടറികളിലും കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും വർക്കേഴ്സിന്റെ തലയിൽ ഇത്തരത്തിൽ പല നിറത്തിലുള്ള ഹെൽമറ്റുകൾ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ പലരും പല ജോലികളാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഓരോരുത്തരെയും വേർതിരിച്ചറിയുന്നതിനാണ് പല നിറങ്ങളിലുള്ള ഈ ഹെൽമറ്റുകൾ. എഞ്ചിനീയർ, സൂപ്പർവൈസർ, മാനേജർ എന്നിവർക്ക് വെള്ള ഹെൽമറ്റും ചുവപ്പ് ഹെൽമറ്റ് ഫയർ ഫൈറ്റേഴ്സിനും പച്ച ഹെൽമറ്റ് സേഫ്റ്റി വർക്കേഴ്സിനും നൽകുന്നു. മഞ്ഞ തൊഴിലാളികളും എർത്ത് മൂവിംഗ് ഓപ്പറേറ്റേഴ്സും ഉപയോഗിക്കുന്നു. ഈ ഹെൽമറ്റുകൾ ചുമ്മാ ചന്തത്തിന് വെക്കുന്നതല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്പർ 10, ചരക്ക് ട്രെയിനുകളിലെ കൽക്കരി. ഗുഡ്സ് ട്രെയിനുകളിൽ കൽക്കരി കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ചരക്ക് വണ്ടികളിൽ കൊണ്ടുപോകുന്ന കൽക്കരിയിലേക്ക് ഇടയ്ക്കിടെ വെള്ളമൊഴിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇതിന് പിന്നിലെ കാരണം അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് സയൻസ് പഠിക്കണം. പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു വസ്തുവാണ് കൽക്കരി. ദിവസങ്ങളോളം ഇങ്ങനെ ട്രെയിനിൽ കൊണ്ടുപോകുമ്പോൾ കൽക്കരി കട്ടകൾ പരസ്പരം ഉരഞ്ഞ് ഘർഷണം മൂലം തീയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കും. കൽക്കരി കരിഞ്ഞ് പൊടിയായി മാറുകയും ചെയ്യും. പോരാത്തതിന് വായു മലിനീകരണം പോലെയുള്ള മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഇതെല്ലാം ഒഴിവാക്കാനായാണ് ഗുഡ്സ് ട്രെയിനുകളിൽ കടത്തുന്ന കൽക്കരികൾക്ക് മുകളിലേക്ക് ഇടയ്ക്കിടെ വെള്ളമൊഴിക്കുന്നത്. ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൽ എത്രത്തോളം ശ്രദ്ധ കൊടുക്കണമെന്ന് മനസ്സിലായില്ലേ? നമ്പർ 9, മൊബൈൽ ടവറുകളിലെ ഡ്രംസ്. നിങ്ങൾ മൊബൈൽ ടവറുകൾ കണ്ടിട്ടില്ലേ? എങ്കിൽ തീർച്ചയായും ടവറിന് മുകളിൽ ഈ ഡ്രംസ് പോലെയുള്ള സാധനങ്ങളും കണ്ടിട്ടുണ്ടാകും. കൂറ്റൻ മൊബൈൽ ടവറുകളിൽ എന്തിനാണ് ഈ ഡ്രംസ് വെച്ചിരിക്കുന്നത്? ഇത് വെറുതെ ഭംഗിക്ക് വെക്കുന്നതല്ല, മറിച്ച് ഡ്രംസ് പോലുള്ള ഈ ആന്റിനാസ് റേഡിയോ തരംഗങ്ങളെ പിടിച്ചെടുക്കുന്നു. നമ്മുടെ ശബ്ദ തരംഗങ്ങൾക്ക് ഒരു കൺവേർട്ടഡ് ഫോം ഉണ്ട്. ഈ വേവ്സ് രൂപത്തെ പിടിച്ചെടുക്കുകയും മറ്റ് ടവറുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നത് ലോകത്തിന്റെ ഏത് കോണിലേക്കും എത്തുന്നത്. ഇവിടെ ഇരുന്ന് അമേരിക്കയിലുള്ള സുഹൃത്തിനോട് സംസാരിക്കാൻ കഴിയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ അറിയാതെ പോയ കൂടുതൽ അറിവുകൾക്കായി ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കല്ലേ. നമ്പർ 8, സൈൻ ബോർഡുകളിലെ വ്യത്യസ്തത. റോഡുകളിൽ ധാരാളം സൈൻ ബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഓരോ സൈൻ ബോർഡും ഓരോ ഷേപ്പിലാണെന്ന വസ്തുത നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇങ്ങനെ സൈൻ ബോർഡുകൾ ചതുരം, വൃത്തം, ത്രികോണം തുടങ്ങി വ്യത്യസ്ത ഷേപ്പിൽ നിർമ്മിക്കാനുള്ള കാരണം എന്തായിരിക്കും? ആലോചിച്ചിട്ടുണ്ടോ? ജനറൽ ഇൻഫർമേഷന് സ്ക്വയർ ബോർഡും അപകടങ്ങളെ സൂചിപ്പിക്കാൻ സർക്കിൾ ഷേപ്പും ഉപയോഗിക്കുന്നു. സ്റ്റോപ്പ് സൈൻ ബോർഡുകൾ എപ്പോഴും ഹെക്സഗൺ ഷേപ്പിലാണ് നിർമ്മിക്കുന്നത്. സ്റ്റോപ്പ് സൈൻ ബോർഡുകൾ മറ്റു ബോർഡുകളിൽ നിന്നും വ്യത്യസ്തമാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഷേപ്പ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്കൂൾ സൈൻ ബോർഡുകൾ പെന്റഗൺ ഷേപ്പിലും വാർണിംഗ് ബോർഡുകൾ ഡയമണ്ട് ഷേപ്പിലുമാണ് സ്ഥാപിക്കുന്നത്. ഷേപ്പിൽ മാത്രമല്ല, നിറങ്ങളിലും ഈ വ്യത്യസ്തത കാണാം. ചുവപ്പ് സ്റ്റോപ്പ് ബോർഡിനും ഹൈവേ ഡയറക്ഷൻസിനെ പച്ചയും ഹോട്ടൽസ്, ഗ്യാസ് സ്റ്റേഷൻസ്, ഹോസ്പിറ്റൽസ് എന്നിവയെ സൂചിപ്പിക്കാൻ നീലയും ഉപയോഗിക്കുന്നു. ഓറഞ്ച് റോഡിലെ കൺസ്ട്രക്ഷൻ വർക്കുകളെ സൂചിപ്പിക്കുന്നു. ബ്രൗൺ നാഷണൽ പാർക്കുകളെയും ഹിസ്റ്റോറിക് സൈറ്റുകളെയും സൂചിപ്പിക്കുന്നു. ഫ്ലോറസെന്റ് മഞ്ഞ ജനറൽ വാർണിംഗുകൾക്കും ഉപയോഗിക്കുന്നു. റോഡിൽ കാണുന്ന ബോർഡുകൾക്ക് പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഇതൊക്കെയൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്പർ 7, ട്രയാങ്കുലർ സ്കെയിൽ കട്ടർ. ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഈ ട്രയാങ്കുലർ സ്കെയിൽസ് ശരിക്കും എന്തിനാണ്? ആംഗിൾ മാർക്ക് ചെയ്യൽ മാത്രമാണോ ഈ ട്രയാങ്കുലർ സ്കെയിൽസിന്റെ ഗുണം? ഒരിക്കലുമല്ല. നിങ്ങൾ ആരും ചിന്തിക്കുക പോലും ഇല്ലാത്ത ഒരു ഉപയോഗം ഈ ട്രയാങ്കുലർ സ്കെയിൽസിനുണ്ട്. ഇവ ഇങ്ങനെ ക്രോസ് ആക്കി വെച്ച് കത്രിക പോലെ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ എത്ര ഈസിയായാണ് പേപ്പർ മുറിയുന്നത്? ഇത് വെറും ട്രയാങ്കുലർ സ്കെയിൽസ് അല്ല, മറിച്ച് ട്രയാങ്കുലർ സ്കെയിൽ കട്ടേഴ്സ് ആണെന്ന് മനസ്സിലായില്ലേ? ട്രയാങ്കുലർ സ്കെയിൽസ് വെച്ചുള്ള ഈ ട്രിക്ക് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കില്ലേ? ഫലം കണ്ടോ എന്ന് കമന്റിൽ പറയണേ. നമ്പർ 6,
ക്രിക്കറ്റ് കളിക്കാരുടെ മുഖത്തെ വെള്ള പെയിന്റ്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് ഒരു വികാരമാണ്. ഷോറൂമുകളിലെ വലിയ ടിവിക്ക് മുന്നിൽ കൂട്ടമായി നിന്ന് ക്രിക്കറ്റ് കാണുന്ന ഒരു ജനത ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രമേ കാണൂ. ക്രിക്കറ്റ് കളിക്കാരുടെ മുഖത്ത് എന്തിനാണ് ഇങ്ങനെ വെള്ള പെയിന്റ് അടിച്ചിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു ഫാഷന്റെയോ ട്രെൻഡിന്റെയോ ഭാഗമായി തേക്കുന്നതല്ല, മറിച്ച് ഇതിന് പിന്നിൽ വലിയൊരു പർപ്പസ് ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ വെള്ള പെയിന്റ് അല്ല, മറിച്ച് സൺസ്ക്രീൻ ക്രീമാണ്. വെറും സൺസ്ക്രീൻ അല്ല, ഇതിൽ ധാരാളമായി സിങ്ക് ഓക്സൈഡ് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് പൊരിവെയിലത്ത് നിന്ന് കളിക്കുന്ന കളിക്കാരുടെ സ്കിന്നിനെ നന്നായി പ്രൊട്ടക്ട് ചെയ്യുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അതുമൂലമുള്ള അസ്വസ്ഥതകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ക്രിക്കറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കളിയും ഗ്ലാമറും ഒരുപോലെ പ്രധാനമാണല്ലോ. സ്വന്തം സൗന്ദര്യത്തെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിച്ചോളൂ എന്നാണ് മോജോയ്ക്കും പറയാനുള്ളത്. ലൈക്ക് അടിക്കാൻ മറന്നുപോയവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ ഒരു ലൈക്ക് പൂശിക്കും. നമ്പർ 5, നെയിൽ കട്ടർ നഖം മുറിക്കാൻ മാത്രമല്ല, കുട്ടിക്കാലം തൊട്ട് ഇന്ന് വരെ നിങ്ങൾ എത്രയോ തവണ നെയിൽ കട്ടർ ഉപയോഗിച്ച് നഖം മുറിച്ചു കാണും. പക്ഷേ നെയിൽ കട്ടർ കൊണ്ട് നഖം മുറിക്കാൻ മാത്രമല്ല, മറ്റ് പല ഉപയോഗങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നെയിൽ കട്ടറിനോടൊപ്പം ഈ അറ്റാച്ച്മെന്റ്സിന് പല കിടിലൻ ഉപയോഗങ്ങളുമുണ്ട്. നെയിൽ കട്ടറിലെ ഈ വളഞ്ഞ ഭാഗം എന്തിനാണെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. ഇത് ശരിക്കും ഒരു ബോട്ടിൽ ഓപ്പണറാണ്. ദേ ഇതുപോലെ ഈസിയായി ബോട്ടിൽ ഓപ്പൺ ചെയ്യാം. കൊള്ളാമല്ലോ സംഭവം. ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്പർ 4, USB-യിലെ ദ്വാരങ്ങൾ. ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ USB കണക്ട് ചെയ്യുമ്പോൾ USB-യിലെ ഈ ചെറിയ സ്ക്വയർ ഹോൾസ് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് ആർക്കെങ്കിലും അറിയുമോ? ഹൈ സ്പീഡ് ഡേറ്റ ട്രാൻസ്ഫർ പുതിയ കാലത്തെ USB-കളുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഇങ്ങനെ അതിവേഗത്തിൽ ഡേറ്റ കൈമാറ്റം നടക്കുമ്പോൾ ഇലക്ട്രോണുകൾ അമിതമായി ചൂടാകാതിരിക്കാനും ന്യൂട്രിനോകളുടെ രൂപത്തിൽ പറന്നു പോകാതിരിക്കാനും പ്ലഗുകൾ കൂളായിരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് USB പോർട്ടുകളിൽ ഇതുപോലെ 2 സ്ക്വയർ ഹോൾസ് വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല, USB കണക്ടറിന്റെ മറുഭാഗത്ത് സ്പ്രിംഗ് ലോഡഡ് ടാബുകൾ ഉപയോഗിച്ച് ഇന്റർലോക്ക് ചെയ്യാൻ ഈ ഹോൾസ് ഇവിടെ ആവശ്യമാണ്. കൂടാതെ കണക്ടർ തനിയെ വീണ് പോകാതെ സോക്കറ്റിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നു. ഒറ്റ ബട്ടൺ മതി. പവർ ബട്ടണിന്റെ സിംബൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പവർ ബട്ടണിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത ഒരു രഹസ്യം പറഞ്ഞു തരട്ടെ. ഇതിലെ ഈ സിംബൽ യഥാർത്ഥത്തിൽ 0ഉം 1ഉമാണ്, അതായത് ബൈനറി നമ്പേഴ്സ്. ഇതിലെ 1 ഓണിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ 0 ഓഫിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ സിംബൽ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത് ഓൺ ഓഫ് എന്നാണ്. നമ്പർ 3, കണ്ണുനീർ ഗ്രന്ഥികൾ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. മനസ്സിൽ വിഷമം വന്നാൽ ഉടനെ കണ്ണു നിറയും, ശരിയല്ലേ? പക്ഷേ എങ്ങനെയാണ് കണ്ണിൽ നിന്നും വെള്ളം വരുന്നതെന്നറിയാമോ? നമ്മുടെ എല്ലാം കണ്ണിന് മുകളിലായി ലാക്രിമൽ ഗ്ലാൻഡ് എന്നൊരു ഗ്രന്ഥിയുണ്ട്. കണ്ണുനീർ ഗ്രന്ഥി എന്ന് മലയാളത്തിൽ പറയും. കണ്ണുകളെ ഡ്രൈ ആകാതെ സൂക്ഷിക്കുന്നത് ഈ ടിയർ ഗ്ലാൻഡ്സ് ആണ്. കണ്ണുകളെ ഈറനാക്കി വെക്കുക മാത്രമല്ല, കണ്ണുകളെ അണുക്കളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ഒരു ഫംഗ്ഷൻ കൂടി ഈ കണ്ണുനീർ ഗ്രന്ഥിക്കുണ്ട്. കണ്ണിൽ പൊടി വീഴുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരുന്നതിന് പിന്നിലെ ശാസ്ത്രവും ഇതുതന്നെ. നമ്മുടെ ബ്രെയിനിൽ എപ്പോഴാണോ ഇമോഷണൽ സെൻസറുകൾ ആക്റ്റീവ് ആകുന്നത്, അപ്പോൾ ടിയർ ഗ്ലാൻഡ്സ് കണ്ണുനീർ സിക്രീറ്റ് ചെയ്യുന്നു. കാര്യം നടത്താൻ കണ്ണീർ പ്രയോഗം നടത്തുന്ന ആരൊക്കെയുണ്ട് ഇവിടെ? നമ്പർ 2, ഫോട്ടോയ്ക്ക് പിന്നിലെ സയൻസ്. DSLR ക്യാമറ ആയിക്കോട്ടെ, മൊബൈൽ ക്യാമറ ആയിക്കോട്ടെ, ഇവയുടെ എല്ലാം ലെൻസുകൾ എപ്പോഴും വൃത്താകൃതിയിലായിരിക്കും. ക്യാമറയുടെ ലെൻസ് വട്ടത്തിലാണെങ്കിലും ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോസ് ചതുരാകൃതിയിലാവുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിലെ ഒരു സിമ്പിൾ സയൻസ് ഉണ്ട്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറ ഫ്ലാഷിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്രകാശരശ്മികൾ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിച്ച് ലെൻസിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ലെൻസ് തിരിച്ചു വരുന്ന ഈ പ്രകാശരശ്മികളെ ക്യാമറയ്ക്കകത്തുള്ള സെൻസറുകളിൽ പതിപ്പിക്കുന്നു. ഇതാണ് ഫോട്ടോ ആയി മാറുന്നത്. സെൻസറിന് ചതുരാകൃതി ആയതുകൊണ്ടാണ് വട്ടത്തിലുള്ള ലെൻസിൽ എടുക്കുന്ന ഫോട്ടോസ് ചതുരത്തിൽ കിട്ടുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്പർ 1, എയർപോർട്ട് സെക്യൂരിറ്റി പോയിന്റ്. നിങ്ങൾ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിങ്ങിനെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരിക്കും. നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യുന്നതിന് മുൻപായി ബാഗിലുള്ള ലാപ്ടോപ്പ് പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മറ്റൊരു ട്രേയിലേക്ക് മാറ്റുന്നത് എന്തിനാണെന്നറിയാമോ? മൈക്രോ കമ്പോണൻസ് കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ ബാഗിനകത്ത് തന്നെ വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ കൃത്യമായി സ്കാൻ ചെയ്യാൻ സാധിക്കാതെ വരും. ഒരുപക്ഷെ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ആയുധം ഒളിപ്പിച്ച് കടത്തിയാൽ ഇത് പ്രോപ്പറായി സ്കാൻ ചെയ്തെടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ബാഗിൽ നിന്നും പുറത്തെടുത്ത് പ്രത്യേകം സ്കാൻ ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായോ ഗൈസ്? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കല്ല്. ഇതുപോലെ മറ്റൊരു കിടുക്കാച്ചി എപ്പിസോഡുമായി ഉടനെ കാണാം. See you soon.